ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഇയെ പറ്റിയാണ്. എന്താണ് വിറ്റാമിൻ ഇ? വിറ്റാമിൻ ഇ ഉപയോഗിച്ച് നമ്മുടെ താടി വളർച്ചയൊക്കെ പെട്ടെന്നാവുമോ? നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടോ? ഡോക്ടേഴ്സിന് എന്താണ് പറയാനുള്ളത്? ഇത് ക്യാപ്സൂൾ ആണല്ലോ, അന്നേരം നമ്മൾ ഇത് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പിന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ബെറ്റർ റിസൾട്ടിന് വേണ്ടി എന്ന് വേണ്ട A to Z കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിറ്റാമിൻ ഇയെ പറ്റി കവർ ചെയ്യുന്നതായിരിക്കും. ചെറിയ സമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ ലാഗ് അടുപ്പിക്കാതെ 95% കാര്യങ്ങൾ നമ്മൾ ഇതിനെപ്പറ്റി ഇന്ന് നോക്കുന്നതായിരിക്കും. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വൈറ്റമിൻ ഇയുടെ സപ്ലിമെന്റ്സ് നമുക്ക് രണ്ട് തരത്തിലാണ് കിട്ടുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഓയിൽ ഫോമിലും, പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ക്യാപ്സൂൾ ഫോമിലും. ഏറ്റവും സിമ്പിൾ ആയിട്ട് വൈറ്റമിൻ ഇയുടെ റോള് നമ്മുടെ ബോഡിയിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സെല്ലുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഈ സെല്ല് ഡാമേജ് ആവാന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ചെറിയ ചെറിയ അസുഖങ്ങളല്ല കേട്ടോ. നമ്മുടെ കണ്ണിന്റെ കാഴ്ച കുറയുക, നെർവസ് സിസ്റ്റത്തിലുള്ള പ്രോബ്ലംസ്, ഈവൻ ക്യാൻസർ വരെ വരാം നമ്മുടെ ഈ സെല്ല് നശിക്കുന്നതുകൊണ്ട്. വൈറ്റമിൻ ഇ നമുക്ക് ഈ സപ്ലിമെന്റ്സ് കൂടാതെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടാറുണ്ട്. അത് ഏതൊക്കെ ഫുഡാണെന്ന് നമുക്ക് ഏറ്റവും അവസാനം നോക്കാം. അതിനു മുമ്പ് നമ്മുടെ മെയിൻ കാര്യങ്ങളിലോട്ട് നമുക്ക് പോകാം. നമ്മുടെ സെല്ലിനെയൊക്കെ നശിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ ഫ്രീ റാഡിക്കൽ. ഇത് ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴായാലും അല്ലെ വെള്ളം കുടിക്കുമ്പോഴായാലും നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ട് ഡൈജഷൻ ഒക്കെ നടക്കുമ്പോൾ കുറച്ച് കെമിക്കൽസ് അവിടെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ വെളിയിൽ പോയി നമ്മുടെ സൂര്യന്റെ ഹാർംഫുൾ ആയിട്ടുള്ള റേസ് അടിക്കുമ്പോഴും സ്മോക്ക് ചെയ്യുമ്പോഴും പൊല്യൂഷനിൽ നിന്നൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഈ ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ആവുന്നത്. അന്നേരം ഈ ഫ്രീ റാഡിക്കൽസിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ ഈ വിറ്റാമിൻ ഇ. രണ്ടാമതായിട്ട് നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള സ്കിന്നിനെ റിപ്പയർ ചെയ്യുന്നു. നമ്മുടെ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി അവിടെ വർദ്ധിപ്പിക്കുന്നു. നമുക്കറിയാം, നിങ്ങൾക്ക് ഒരു തിളക്കമാർന്ന ഒരു സ്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നോർമലി നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ നടക്കണം, മോയ്സ്ചറൈസിങ്, നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസേഷൻ നടക്കണം. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ വിറ്റാമിൻ ഇ സഹായിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോളിനെ ബാലൻസ് ചെയ്യുന്നു. നമ്മുടെ ബോഡിയിൽ ഗുഡ് കൊളസ്ട്രോളും ബാഡ് കൊളസ്ട്രോളും ഉണ്ടെന്ന് നമുക്കറിയാം. അന്നേരം ഗുഡ് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പല ഓർഗൻസിന്റെ ഫങ്ഷൻസ് പ്രോപ്പർ ആയിട്ട് നടക്കത്തുള്ളൂ. അന്നേരം നമ്മുടെ ഇത് തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വിറ്റാമിൻ ഇ നമ്മളെ സഹായിക്കുന്നു. നാലാമതായിട്ട് ഒരു പരിധി വരെ നമ്മുടെ മുടി കൊഴിച്ചിൽ ഇത് കുറയാൻ സഹായിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡീഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ ആണ് നമ്മുടെ മുടി കൊഴിച്ചിലിനുള്ള മെയിൻ കാര്യം. ഇതിനെപ്പറ്റി നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിറ്റാമിൻ ഇയുടെ ഒരു ക്യാപ്സൂൾ എടുത്തതിന് ശേഷം 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അടഞ്ഞിരിക്കുന്ന ഹെയർ ഫോളിക്കിൾസിൽ നിന്ന് പുതിയ ഹെയർ വരികയും ചെയ്യുന്നു. ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാമോ എന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ പേഴ്സണലി ഞാൻ മോക്കുരുവിന്റെ പാടുകളൊക്കെ മായ്ക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണിത്. എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ അലർജി ആയിട്ടുള്ള അല്ലെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവര് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ക്യാപ്സൂൾ എടുത്തതിന് ശേഷം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈയുടെ ഈ ഭാഗത്തായിട്ടോ അല്ലെ ഈ ഏരിയയിലായിട്ടോ നിങ്ങൾ ഒന്ന് ഈ ഓയിൽ തേച്ചതിന് ശേഷം കിടന്നുറങ്ങുക. രാവിലെ ആയിട്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അലർജിയും കാര്യങ്ങളൊന്നുമില്ല, അല്ലെ തടിച്ചു പോകുന്നില്ല, അല്ലെ റെഡ്നെസ് ഒന്നും ഇല്ല, നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ആവുകയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ ഫേസിലെ ഈ ബ്ലെമിഷസും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മായ്ക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പല ക്രീംസിന്റെയും, മോയ്സ്ചറൈസിങ് ക്രീംസിന്റെ ആയാലും ആന്റി ഏജിങ് ക്രീംസിന്റെ ഒക്കെ ആയാലും ഒരു കോർ ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമ്മുടെ വിറ്റാമിൻ ഇ യൂസ് ചെയ്യുന്നത്. ഗൈസ്, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിറ്റാമിൻ ഇ ഡെഫിഷ്യന്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഇത്രയും നല്ല ഗുണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ പാട് മായ്ക്കാനും നമ്മുടെ താടിക്കും തലമുടി വളർച്ചയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത്. അന്നേരം വെളിയിൽ നിന്നുള്ള പരിപാടിയെ നമ്മൾ ചെയ്യുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളിപ്പം കഴിക്കണോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്തില്ല. ഡോക്ടറിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇനി നമുക്ക് വിറ്റാമിൻ ഇ ഓവറായിട്ട് കൺസ്യൂം ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഇ എന്ന് പറഞ്ഞാൽ ഒരു ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ്. നമ്മുടെ വൈറ്റമിൻസിനെ രണ്ട് തരത്തിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ വാട്ടർ സോലുബിളും, രണ്ടെന്ന് പറഞ്ഞാൽ ഫാറ്റ് സോലുബിളും. വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് ഇതിനെ കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് എടുത്തതിന് ശേഷം ബാക്കി വരുന്നതിനെ നമ്മുടെ ബോഡി തന്നെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് നമ്മുടെ ഫാറ്റ് എങ്ങനെയാണോ സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ വൈറ്റമിൻസ് ഈ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിനെ സ്റ്റോർ ചെയ്യുന്നത്. വൈറ്റമിൻ ഇ ഒരു ഫാറ്റ് സോലുബിൾ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും നമ്മൾ എക്സസ് ആയിട്ട് പിന്നെയും കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപകാരത്തിനുപരി ഇത് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്.
ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അതികഠിനമായിട്ടുള്ള തലവേദന ഉണ്ടാകും. പിന്നെ ഗ്യാസ്, ഡയറിയ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് നമ്മൾ ഓവറായിട്ട് വിറ്റാമിൻ ഇ കൺസ്യൂം ചെയ്യുകയെന്നുണ്ട്. അന്നേരം ഏകദേശം നിങ്ങൾക്ക് വൈറ്റമിൻ ഇയെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അന്നേരം ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.